നല്ല രുചികരമായ ഒരു മുട്ട മസാലക്കറിയാണ്. തീർച്ചയായിട്ടും ഇതേ രീതിയിൽ അറിയാൻ വേണ്ടി ഒന്ന് ചെയ്തു നോക്കുക. ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ കുറച്ച് മുട്ട കൊണ്ട് നല്ല ഒരു അടിപൊളി കറിയായിരുന്നു ചെയ്യുന്നത്. മുട്ട മസാലക്കറിയാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് മുട്ട എന്ന് പറഞ്ഞാൽ അല്ലേ. കറി അപ്പത്തിനോ പാലപ്പോ ഇടിയപ്പോ അങ്ങനെയുള്ളതിനൊക്കെ കഴിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ സമയം കളയാതെ എങ്ങനെയാണ് അത് ചെയ്തെന്ന് നോക്കാം. അപ്പം നമ്മുടെ ആവശ്യത്തിന് മുട്ട എടുക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഒരു 5-6 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട ആദ്യമേ തന്നെ നമുക്ക് ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മുറിച്ചങ്ങോട്ട് വെക്കാം. ഇതുണ്ട്, ഇതേപോലെ ഒന്ന് മുറിച്ച് വെക്കാം. ഇപ്പം നമ്മൾ മുട്ട ഇതേപോലെയൊക്കെ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വിട്ടിരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് അതിനാവശ്യമുള്ള സവോളയാണ്. ഞാനൊരു 3 സവോള എടുത്തിട്ടുണ്ട്. അപ്പം സവോള നമുക്ക് ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കണം. ഇപ്പോൾ സവോള എല്ലാം ഇതേപോലെ കനം കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞ് വെക്കുക. ഇനി നമുക്ക് മുട്ട മസാലക്കറി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അടുപ്പൊന്ന് കത്തിച്ച ശേഷം ഇതേപോലെ ഒരു പാൻ അങ്ങോട്ട് വെക്കുക. പാനം ചൂടായ ശേഷം നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിക്കും. അതിന് ശേഷം ഇങ്ങനെ നിരത്തി ഇതേപോലെ ഒന്ന് നിരത്തി അങ്ങോട്ട് എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണ ഒന്ന് വരണ്ട് വരണം. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ച് വേണം മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരല്പം ഉപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് മുളകൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ മുട്ട ഇതിൻ്റെ അകത്തോട്ട് ഇറക്കിയിട്ട് കൊടുക്കാം. ഇങ്ങനെ അങ്ങോട്ട് കമത്തി വെക്കുക. ഒരുപാട് സമയമൊന്നും കിടക്കണ്ട. ഒരു 2 മിനിറ്റൊക്കെ കിടന്നാൽ മതി കേട്ടോ. തേനി ഒന്ന് മാറിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി ഇതിങ്ങനെ കോരിയെടുക്കാം. ഇങ്ങനെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇതിനകത്ത് മുട്ടയിൽ ഉണ്ണിയൊന്നും പൊടിഞ്ഞു പോകാതൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ മുട്ടയ്ക്ക് ഇച്ചിരി ഉപ്പും എരിവൊക്കെ പിടിക്കുകയും ചെയ്യും. ഇപ്പോൾ ഓരോന്ന് പരക്കെ തിന്നാനൊന്നുമല്ല കേട്ടോ. മുട്ട ഇതുപോലെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഈ പാൻ അങ്ങ് മാറ്റിയിട്ട് ഇതേപോലെ ഇതിൻ്റെ അകത്താണ് ആ കറി റെഡിയാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ചീനിച്ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം നമുക്കൊരല്പം വെളിച്ചെണ്ണയോട് ആവശ്യമുണ്ട്. ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കും. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് കുറച്ച് കടുക് ഒന്നിട്ട് കൊടുക്കുക. ആദ്യം മതി. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരുമ്പം ഒരു 2-3 വറ്റൽമുളക് ഒന്ന് മുറിച്ചങ്ങോട്ട് കൊടുക്കും. ഒരു 3 ഏലക്ക, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, ഒരു ബേ ലീഫ് അത് ഇട്ട് കൊടുക്കും. ഒന്ന് ഇളക്കി കൊടുക്കും. ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ 2 പച്ചമുളക് അതും ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി ഈ സവോള ഒന്നും കളറൊന്ന് മാറണം കേട്ടോ. ഒരു ചെറിയൊരു ബ്രൗൺ നിറമാകണം. അപ്പോൾ അത്ര സമയം നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. കൂട്ടത്തിൽ ഒരല്പം കറിവേപ്പില അതും ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് ഉപ്പുപൊടിയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കും. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പുപൊടിയൊക്കെ ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും. ഈ ഒന്ന് കൂട്ടി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരണം. ഒരല്പ സമയം എടുക്കും. അപ്പോൾ ആ സമയം കണ്ട് നമുക്കൊരു 2-3 തക്കാളി എടുക്കണം. ഈ ജാറിൻ്റെ അകത്തോട്ട് ഒന്ന് അരിഞ്ഞ് ഇങ്ങോട്ടിടാം.
ഈ തക്കാളി നല്ലപോലെ അരച്ചെടുക്കണം. ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് വേണം അത് അരച്ചെടുക്കാനായിട്ട്. നല്ല ഗ്രേവിക്കൊക്കെ ഒരു നല്ല ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതൊന്ന് അരച്ചിട്ടുണ്ട്. ആ, അത് ഏറെ അരച്ചോണ്ട് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഈ സവോളയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യും. അപ്പോൾ സവോളയൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഇട്ട് കൊടുക്കാം. അവിടെ കൂട്ടിയൊന്ന് ഇളക്കി. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞാണെങ്കിൽ ആദ്യമേ തന്നെ കടുക് പൊട്ടിക്കുമ്പോൾ ചേർക്കുക. ഇത് പേസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് ചേർക്കുക. ഇപ്പം സവോളയൊക്കെ ഇതുപോലെ ചെറുതായിട്ടും ചുമന്ന് വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഈ കുറച്ച് വെച്ചിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഇനി വേണ്ടത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 നുള്ളു മഞ്ഞൾപ്പൊടി, നമ്മുടെ എരിവിന് പാകത്തിന്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഒരല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം അത്യാവശ്യം പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നേരത്തെ തക്കാളിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരല്പം വെള്ളം ഒഴിച്ചാണ് നമ്മളിത് അരച്ച് വെച്ചിരിക്കുന്നത്. ഇതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കും. ജാറിൻ്റെ അകത്ത് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് കാലയ്ക്ക് നമുക്ക് ഒഴിക്കും. ഇനി ഇത് ഒന്ന് ഇളക്കാം. നല്ല പറഞ്ഞ ഒരല്പം മല്ലിയിലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കും. മല്ലിയിലയൊക്കെ ഇടുന്നത് ഓപ്ഷനാണ് കേട്ടോ. ഉണ്ടാക്കി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും എരിവും പുളിയൊക്കെ ഉണ്ട്. ഇനി ഒന്ന് അടച്ചു വെക്കുകയാണ്. ഒരു 3-4 മിനിറ്റ് ചെറിയ തീരൊന്നും ഇരിക്കട്ടെ. നല്ലപോലെ തിളച്ച് ആ തക്കാളിയുടെ ആ പച്ചച്ചൊവ ഒന്ന് മാറണം. ഇപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുറന്നു പോകാം. ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ നമ്മുടെ മുട്ട മസാലക്കറി ഒന്ന് ഇളക്കി നോക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്തായാലും പോരാഴികൊണ്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ഈ മുട്ട ഓരോന്നോരോന്നായിട്ട് പിറക്കി കൊടുക്കും. അങ്ങനെ വേണ്ട കിട്ടും, കുഴപ്പമൊന്നും. അപ്പം അത്യാവശ്യം അല്പം ഗ്രേവിയോട് കൂടി തന്നെ നല്ലൊരു മുട്ട മസാലക്കറി. ഇതേപോലെ ഒന്ന് തിളച്ച ശേഷം നിർത്താം. ഇപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കുന്നത് പല വിധത്തിലും പല രീതിയിലൊക്കെ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഗ്രേവി ഇപ്പം കുക്കറിൻ്റെ അകത്തിട്ട് അടിച്ച് റെഡി അങ്ങനെ ചെയ്യാം. ഇപ്പം ഞാൻ ഓരോന്ന് വിശദമായിട്ട് കാണിച്ചതെന്ന് വെച്ചാൽ ഇങ്ങനെയും ചെയ്യാം എന്ന് കാണിക്കാനായിട്ടാണ് കേട്ടോ. ഏതായാലും നല്ല ടേസ്റ്റാണ് ഈ കറി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. പല രീതിയിൽ ചെയ്യുന്നതാണ്. ഇതേ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി കറിയായിരിക്കും. അപ്പോൾ ഇതൊന്ന് താത്ത് വെക്കാം. ഇഡ്ഡലി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറിയായിട്ട് കഴിക്കാം എന്ന് വിചാരിച്ചു. ഇപ്പോൾ മുട്ടക്കറി വെക്കാൻ അറിയാമെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം അല്ലേ. പക്ഷേ ഈ രീതി ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? നല്ല അപാര ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കണം. ഏതായാലും കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, ഉറപ്പായിരിക്കും കേട്ടോ. നല്ല രുചികരമായ ഒരു മുട്ട മസാലക്കറിയാണ്. തീർച്ചയായിട്ടും ഇതേ രീതിയിൽ അറിയാൻ പറ്റും ഒന്ന് ചെയ്തു നോക്കുക. നല്ല വിഷമുണ്ട് കേട്ടോ. ഇതൊന്ന് കഴിക്കട്ടെ. പിന്നെ കേട്ടോ വേറെ കാര്യമുണ്ട്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോ പെട്ടെന്ന് വരാം. ബൈ.